Alhamdulillah. Al-Malik al-Quddus al-Salam al-Mu'min al-Muhaymin al-Aziz al-Jabbar al-Mutakabbir al-Wahid al-Ahad al-Fard al-Samad alladhi lam yalid wa lam yulad wa lam yakul lahu kufuwan ahad. Ashhadu an la ilaha illa Allah wahdahu la sharika lahu, lahul mulku wa lahul hamd, yuhyi wa yumeet wa huwa ala kulli shay'in qadir. La ilaha illallah wahda anjaza wa'da wa nasara abda wa hazama al-ahzaba wahda. Nahmaduhu wa nasta'inuhu wa nu'minu bihi wa natawakkalu alayhi wa na'udhu billahi min shururi anfusina wa min sayyiati a'malina. من يهده الله فلا مضل له ومن يضلله فلا هادي له. رب اشرح لي صدري ويسر لي امري واحلل عقدة من لساني يفقهوا قولي. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. يا أيها الناس أوصيكم وإياي أولا بتقوى الله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ولقد ذرأنا لجهنم كثيرا من الجن والإنس لهم قلوب لا يفقهون بها ولهم أعين لا يبصرون بها ولهم آذان لا يسمعون بها أولئك كالأنعام بل هم أضل أولئك هم الغافلون. صدق الله العلي العظيم. ആദരണീയരായ സത്യവിശ്വാസിനികളെ, ജീവിതത്തിൻ്റെ എല്ലാ സന്ദർഭങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഇഷ്ടവും പൊരുത്തവും നേടിയെടുക്കാൻ കഴിയും വിധത്തിൽ തഖ്വയോടുകൂടി ക്രമീകരിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരോടും വസിയത്ത് ചെയ്യുന്നു, ഉപദേശിക്കുന്നു. മുസ്ലിം ലോകം ഏറെ ശ്രേഷ്ഠമായി കണക്കാക്കുന്ന അയ്യാമുത്ത ശരീക്കിൻ്റെ സന്ദർഭത്തിലാണ് നാം ഉള്ളത്. ഞാനും നിങ്ങളും ഉൾപ്പെടെയുള്ള മുഴുവൻ മുസ്ലിം സമൂഹത്തിലെ അംഗങ്ങളുടെയും പ്രതിനിധികളായി 60,000 ഹാജിമാർ ജംറകളിൽ കല്ലെറിയുന്ന സന്ദർഭമാണ്. മുൻവർഷങ്ങളിൽ 30 ലക്ഷം ഹാജിമാർ ഉണ്ടായിരുന്നിടത്ത് നിന്നാണ് ഈ വർഷം 5 ലക്ഷം അപേക്ഷകരിൽ നിന്ന് 60,000 ആളുകൾ തിരഞ്ഞെടുക്കപ്പെട്ടത്. അള്ളാഹുവിന്റെ വലിയ അനുഗ്രഹമാണ്. ആ 60,000 സഹോദരങ്ങൾക്ക് ലോക മുസ്ലിം സമൂഹത്തിന്റെ പ്രതിനിധികളായി, അള്ളാഹുവിന്റെ അതിഥികളായി കർമ്മങ്ങൾ നിർവഹിക്കാൻ, പൂർത്തീകരിക്കാൻ കഴിയുന്നു എന്നത്. അവർ ജംറകളിലേക്ക് എറിയുന്ന ഓരോ കല്ലുകളും എനിക്കും നിങ്ങൾക്കും വേണ്ടി കൂടി ഉള്ളതാണ് എന്നാണ് സൂചിപ്പിച്ചത്. ഞാനും നിങ്ങളും നമ്മുടെ നാടുകളിൽ, നമ്മുടെ വീടുകളിൽ, നമ്മുടെ ഇടപാടുകളിൽ അങ്ങനെ ലയിച്ചു ചേർന്ന് മുന്നോട്ട് പോകുമ്പോഴും അല്ലാഹു അക്ബർ എന്ന തക്ബീറുമായി ഹാജിമാർ
മുസ്ദലിഫയിൽ നിന്ന് സംഘടിപ്പിച്ച ചെറിയ കല്ലുകൾ എറിഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. അതിന്റെ പിന്നിൽ വലിയ ഒരു ആശയമുണ്ട്. നാം ആലോചിച്ചിട്ടുണ്ടോ? ലക്ഷക്കണക്കിന് സമ്പാദ്യം ചിലവഴിച്ച് ആളുകൾ പരിശുദ്ധ മക്കയിലെത്തുന്നു. എന്നിട്ട് പരിശുദ്ധ ഹജ്ജ് കർമ്മത്തിന്റെ ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന ദിവസങ്ങളിൽ 70 ചരൽക്കല്ലുകളുമായി അവർ കാത്തിരിക്കുകയാണ്. ആ 70 ചരൽക്കല്ലുകൾ 4 ദിവസങ്ങൾ കൊണ്ടാണ് എറിഞ്ഞു തീർക്കുന്നത്. ആദ്യത്തെ 7 ചരൽക്കല്ലുകൾ പെരുന്നാളിന്റെ യൗമുൻ നഹറിന്റെ ദിവസവും പിന്നീടുള്ള 63 ചരൽക്കല്ലുകൾ 21 വീതം അയ്യാമു തശ്രീഖിന്റെ ദിവസങ്ങളിലുമാണ്. ഈ കൊച്ചു ചരൽക്കല്ലുകൾ എന്ന് പറയുന്നത് ഫൈദ അഫൽതും മിൻ അറഫാത്ത്, നിങ്ങൾ അറഫയിൽ നിന്ന് മടങ്ങിക്കഴിഞ്ഞാൽ, അറഫ എന്റെയും നിങ്ങളുടെയും മനസ്സിലെ ഒരു വലിയ മൈതാനിയാണ്. അറഫ എന്നുള്ള അറഫാത്ത് എന്നാണ് വിശുദ്ധ ഖുർആൻ പ്രയോഗിച്ചത്. അഥവാ ഒരു ബഹുവചന സ്വഭാവത്തിലുള്ള ഏകവചനം. ആ പദത്തിന് അങ്ങനെ ഒരു സവിശേഷതയുണ്ട്. അറഫാത്ത് എന്ന പദം നാം കേട്ടാൽ അത് ബഹുവചനമാണ് എന്ന് നമുക്ക് തോന്നും. പക്ഷെ അത് ഏകവചനമാണ്. ആ പദത്തിന്റെ സാരാംശമാകട്ടെ തിരിച്ചറിവ് എന്നതുമാണ്. അബൂൽ ബശർ ആദം അലൈഹിസ്സലാത്തു വസ്സലാമും ഹവ്വയും സ്വർഗത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ട് ഭൂമിയിൽ ആദ്യമായി അവർ തിരിച്ചറിഞ്ഞത് അവിടെ വെച്ചായിരുന്നു. റബ്ബനാ ലലംനാ അൻഫുസനാ വഇൻ ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഹാസിരീൻ. ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഒരു സഞ്ചാരത്തിൽ ഉടനീളം കാണുന്ന പ്രാർത്ഥനയാണ്. ഞങ്ങൾ ഞങ്ങളോട് തന്നെ അക്രമം ചെയ്തു പോയിരിക്കുന്നു, നിന്റെ കാരുണ്യവും വിട്ടുവീഴ്ചയും ഇല്ലെങ്കിൽ ഞങ്ങൾ നഷ്ടക്കാരിൽ പെട്ടുപോകും. ആ നിരന്തര പ്രാർത്ഥനയുടെ ഒടുവിൽ ഹവ്വയെ കണ്ടുമുട്ടുന്നത് അറഫയിലാണ്. ആ അറഫയിൽ നിന്നാണ് ഭൂമിയിലെ തങ്ങളുടെ ജീവിതം എന്ത് എന്ന് തിരിച്ചറിയുന്നത്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഹാജിമാരോട്, അഥവാ എന്റെയും നിങ്ങളുടെയും പ്രതിനിധികളായ ഹാജിമാരോട് വിശുദ്ധ ഖുർആൻ പറയുന്നത്, നിങ്ങൾ അറഫയിൽ നിന്ന് മടങ്ങിയാൽ മഷ്അറുൽ ഹറാമിലെത്തണം. അവിടെ നിങ്ങൾ ധാരാളമായി അള്ളാഹുവിനെ സ്മരിക്കണം. ഏതാണ് ഈ മഷ്അറുൽ ഹറാം എന്നറിയുന്നത്? അത് മുസ്ദലിഫ എന്ന കേന്ദ്രമാണ്. മുസ്ദലിഫ എന്ന് പറഞ്ഞാൽ പരസ്പരം നേർക്കുനേരെ അഭിമുഖീകരിക്കുന്ന ഇടം എന്നാണ്. ആ നേർക്കുനേരെ അഭിമുഖീകരിച്ചത് ആരൊക്കെയാണ്? ഇസ്ദലഫ എന്ന അറബി പദത്തിൽ നിന്നാണ് മുസ്ദലിഫ ഉണ്ടാകുന്നത്. അവിടെ നേർക്കുനേരെ അഭിമുഖീകരിച്ചത് ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമും ഇബ്ലീസുമാണ്. അഥവാ ഫലമ്മ ബലഅമാഹു സഅയു, കൈപിടിച്ച് നടക്കാൻ പ്രായമായ ഇസ്മായിലിനെയും കൂട്ടി, അതല്ല 14 വയസ്സ് പ്രായമുള്ള ഇസ്മായിൽ എന്നുമൊക്കെ ചരിത്രമുണ്ട്. ആ ഇസ്മായിലിനെ അറുക്കാൻ തീരുമാനിച്ച് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം കൂടെ കൊണ്ടുപോകുമ്പോഴാണ് മുസ്ദലിഫയിൽ ഇബ്ലീസ് അഭിമുഖീകരിക്കുന്നത്. അവിടെ ഇബ്ലീസ് ഇടപെടുന്നില്ല, അവിടെ ഇബ്ലീസ് പിന്തുടരുകയാണ്. ആ പിന്തുടരുന്നിടത്ത് തന്റെ ആഗ്രഹങ്ങളെ, അല്ലെങ്കിൽ അള്ളാഹുവിന്റെ ആഗ്രഹങ്ങൾക്ക് വഴിപ്പെടുന്ന തന്റെ മനസ്സിനെ കീഴ്പ്പെടുത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഇബ്ലീസ് തന്നോടൊപ്പം ഉണ്ട്. ഈ ബോധ്യമുള്ളത് കൊണ്ട് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ചരൽക്കല്ലുകൾ പെറുക്കിയിട്ടുണ്ട്.
അവിടെ നിന്ന്, അഥവാ നിങ്ങളുടെ പിതാവായ ഇബ്രാഹിം ചരൽക്കല്ലുകൾ പെറുക്കിയെടുത്ത് നിന്ന് നിങ്ങൾ ചരൽക്കല്ലുകൾ പെറുക്കണം. ആ ചരൽക്കല്ലുകളുമായിട്ട് നിങ്ങൾ പുറപ്പെടേണ്ടത് എവിടേക്കാണ്? ജംറകളിലേക്കാണ്. ആ ജംറകളാകട്ടെ നിങ്ങളുടെ പിതാവായ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിനെ തന്റെ മകനെ അറുക്കുന്നതിൽ നിന്ന് പിന്തിരിപ്പിക്കാനുള്ള ഇബ്ലീസിന്റെ ശ്രമങ്ങളുടെ പ്രതീകമാണ്. 84-ാമത്തെ വയസ്സിൽ നിനക്ക് കിട്ടിയ മകൻ, ഇപ്പോൾ ആ മകന് 14 വയസ്സ്, അഥവാ നിനക്കിപ്പോൾ 98 വയസ്സ് പ്രായം. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന് 98 വയസ്സ് പ്രായമുള്ളപ്പോഴാണ് മകനെ അറുക്കാൻ കൊണ്ടുപോകുന്നത്. ഈ വാർദ്ധക്യത്തിൽ നിനക്ക് താങ്ങും തണലുമാകാൻ കഴിയുന്ന ഒരു മകനെ നീ ബലിയെറുക്കേണ്ടതുണ്ടോ? ആ മകനെ നിനക്ക് സ്നേഹിച്ചുകൂടെ? ആ മകനോടുള്ള സ്നേഹാതിരേകം നിന്റെ മനസ്സിലില്ലേ? ഈ ചോദ്യമാണ് ഇബ്ലീസ് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മുമ്പിൽ നിരന്തരം ഉയർത്തിക്കൊണ്ടിരുന്നത്. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മുമ്പിൽ 2 മാർഗമുണ്ട്. ഒന്നുകിൽ ഈ മകനെ വളർത്താം, വളർത്തിയാൽ ലോകം ഒരുപക്ഷെ എന്നെ കുറിച്ച് സ്നേഹനിധിയായ ഒരു പിതാവ് എന്ന് വിലയിരുത്തിയേക്കാം. മകനോടുള്ള സ്നേഹത്തിന്റെ മുൻപിൽ ബാക്കി എല്ലാ താല്പര്യങ്ങളും മാറ്റിവെച്ചവൻ എന്ന് ലോകം എന്നെ വിലയിരുത്തിയേക്കാം. പക്ഷേ താനിപ്പോൾ ഉള്ളത് ഏറ്റവും ഉന്നതമായ ശ്രേണിയിലാണ്, അഥവാ അള്ളാഹുവിന്റെ പ്രവാചകനാണ്. ആ പ്രവാചകൻ എന്ന് പറയുന്ന സ്ഥാനത്ത് നിന്ന് താൻ താഴേക്ക് പതിച്ചാൽ മകനോടുള്ള സ്നേഹം മൂലം അള്ളാഹുവിന്റെ സ്നേഹത്തെയാണ് ബലികഴിക്കുന്നത് എങ്കിൽ താൻ താഴേക്ക് പതിക്കും. എത്ര ഉയരത്തിൽ നിന്നാണോ താഴേക്ക് പതിക്കുന്നത്, പരിക്കിന്റെ ആഘാതം അത്രമേൽ വലുതായിരിക്കും. അതുകൊണ്ട് തന്റെ കയ്യിൽ കരുതിയ ചരൽക്കല്ലുകളെ വലിച്ചെറിഞ്ഞേ മതിയാകും. ആ ചരൽക്കല്ലുകൾ ഇബ്ലീസിന്റെ നേരെ എറിയണം, അവിടെ തക്ബീർ മുഴക്കണം. ഞാൻ പറഞ്ഞു വന്നത്, എന്റെയും നിങ്ങളുടെയും കൈകളിൽ ഇപ്പോൾ ചരൽക്കല്ലുകളുണ്ട്. ഞാനും നിങ്ങളും ആ ചരൽക്കല്ലുകൾ എറിയേണ്ടത് നമ്മുടെ ശത്രുവിന് നേരെയാണ്. ആരാണ് മനുഷ്യന്റെ ശത്രു എന്ന് ചോദിച്ചാൽ ഇബ്ലീസാണ് മനുഷ്യന്റെ ഒന്നാമത്തെ ശത്രു. ആ ഇബ്ലീസ് മനുഷ്യനെ കീഴ്പ്പെടുത്തിയെടുക്കുന്ന ഒരുപാട് മേഖലകളുണ്ട്. അതിലേറ്റവും വലിയ ശത്രു എന്റെയും നിങ്ങളുടെയും മനസ്സ് തന്നെയാണ്, ദേഹേച്ഛ തന്നെയാണ്, ശരീരത്തിന്റെ ആഗ്രഹങ്ങളും താല്പര്യങ്ങളുമാണ്. ഭൗതികമായ ഒരുപാട് സംവിധാനങ്ങൾ ഒരുക്കുന്നിടത്തും അത് സാക്ഷാത്കരിക്കുന്നിടത്തുമാണ് ഭൗതികമായ വിജയം എന്ന് തെറ്റിദ്ധരിച്ചു പോകുന്നിടത്ത് നമ്മുടെ ദേഹേച്ഛ നമ്മളെ അതിജയിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ വലഖദ് ദറഅനാ ലി ജഹന്നമ കസീറൻ മിനൽ ജിന്നി വൽ ഇൻസ്, തീർച്ചയായും നരകം നാം നിറക്കുക തന്നെ ചെയ്തിരിക്കുന്നു, നരകം നാം നിറക്കുക തന്നെ ചെയ്യും, ധാരാളം മനുഷ്യരെയും ജിന്നുവർഗത്തെയും കൊണ്ട്. എന്താണ് ഈ നരകം നിറക്കുന്ന ജിന്നുവർഗത്തിന്റെയും മനുഷ്യരുടെയും പ്രത്യേകത എന്ന് ചോദിച്ചാൽ, ലഹും ഖുലൂബുൻ ലാ യഫ്ഖഹൂന ബിഹാ, അവർക്ക് നല്ല ഹൃദയങ്ങൾ ഉണ്ടായിരുന്നു, അവർക്ക് ചിന്തിക്കാൻ കഴിയുന്ന ഹൃദയങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ ലാ യഫ്ഖഹൂന ബിഹാ, ആ ഹൃദയങ്ങൾ കൊണ്ട് അവർ ചിന്തിച്ചിട്ടില്ല. വലഹും അഅ്യുനുൻ ലാ യുബ്സിറൂന ബിഹാ, അവർക്ക് കണ്ണുകൾ ഉണ്ടായിരുന്നു, പക്ഷെ ആ കണ്ണുകൾ കൊണ്ട് അവർ കാഴ്ചകളൊന്നും കണ്ടിട്ടില്ല, നന്മകളൊന്നും അവർ കണ്ടിട്ടില്ല. വലഹും ആദാനുൻ ലാ യസ്മഊന ബിഹാ, അവർക്ക് കാതുകൾ ഉണ്ടായിരുന്നു, പക്ഷേ ആ കാതുകൾ കൊണ്ട് അവർ കേൾക്കേണ്ട നന്മകളൊന്നും അവർ കേട്ടിട്ടില്ല. ഉലൈക കൽ അൻആം, അവർ നാൽക്കാലികളെ പോലെയാണ്. മനുഷ്യരെ കുറിച്ചാണ്, ജിന്നുവർഗത്തെ കുറിച്ചാണ്. നരകം നിറക്കാൻ അല്ലാഹു തീരുമാനിച്ചു വെച്ചിട്ടുള്ള ഒരു വിഭാഗത്തെ കുറിച്ചാണ്. അവർക്ക് ഹൃദയവുമുണ്ട്, കണ്ണുമുണ്ട്, കാതുമുണ്ട്, പക്ഷെ അതിന്റെ ഫലം എന്താണോ സംഭവിക്കേണ്ടിയിരുന്നത് ആ ഫലം സംഭവിച്ചിട്ടില്ല. അവർ
നാൽക്കാലികളെ പോലെയാണ്. ബൽഹും അളല്ല്, അല്ല, അതിനേക്കാൾ മോശമാണ്. നാൽക്കാലികളെക്കാൾ മോശമാണ്. നാൽക്കാലികൾക്ക് പോലും ഈ പ്രകൃതിയിൽ ഒരു നിയമമുണ്ട്. അവർ ദാഹിക്കുമ്പോൾ വെള്ളം കുടിക്കും, ദാഹിക്കാത്തപ്പോൾ അവർ കുടിക്കാറില്ല. അവർ വിശക്കുമ്പോൾ ആഹാരം കഴിക്കും, വിശപ്പില്ലാത്തപ്പോൾ അവർ ആഹാരം കഴിക്കാറില്ല. അവർ ശണ്ട കൂടും, വഴക്കടിക്കും, പരസ്പരം പോരടിക്കും, തെരുവിൽ അവർ കടിച്ചു കീറും. പക്ഷേ അതിനുശേഷം ഒരു പിണക്കവുമായിട്ട് ആ ജീവജാലങ്ങൾ നടക്കാറില്ല. അങ്ങനെയല്ലേ? ജീവജാലങ്ങൾ തന്റെ സഹോദരനായ ജീവിയെക്കുറിച്ച് മറ്റാരുടെയെങ്കിലും മുമ്പിൽ കുശുമ്പ് പറയാനും കുറ്റം പറയാനും മെനക്കെടാറുണ്ടോ? മറ്റൊരു ജീവിയെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ഉപജാപങ്ങൾ നടത്താറുണ്ടോ? ഗൂഢാലോചന നടത്താറുണ്ടോ? നമുക്ക് കാണാൻ സാധ്യമല്ല. അവർ ശണ്ട കൂടുന്നതും വഴക്കടിക്കുന്നതും അതിന്റെ പ്രകൃതിയിൽ ഒതുങ്ങി നിന്നുകൊണ്ടുള്ള താൽക്കാലികമായ ഒരു ഘട്ടം മാത്രമാണ്. പക്ഷേ പിന്നീട് അങ്ങോട്ട് അത് മനസ്സിൽ കൊണ്ട് നടക്കുന്ന ഒരു പ്രകൃതം ജീവജാലങ്ങൾക്കില്ല. പക്ഷേ രണ്ട് കാലിൽ നിവർന്നടന്ന് നടക്കുന്ന മനുഷ്യൻ എന്ന ജീവി ആ പിണക്കവുമായിട്ട് നടക്കും. അവൻ പൊങ്ങച്ചം കാണിക്കാൻ ശ്രമിക്കും, അവൻ ദുരഭിമാനം കാണിക്കാൻ ശ്രമിക്കും. തന്റെ പിടിവാശിയിൽ താൻ പറയുന്നത് മാത്രമാണ് ശരി, അതിനപ്പുറമുള്ള ശരികളെ അംഗീകരിച്ചു കൊടുക്കാൻ എനിക്ക് കഴിയില്ല എന്ന് പിടിവാശി വെക്കും. സ്വന്തം ദേഹേച്ഛയെ ഇലാഹാക്കി മാറ്റിയവനെ കണ്ടില്ലേ? ആരാണ് ഇലാഹ്? ആരാധ്യനാണ്, ആരാധനക്കർഹനാണ്. എല്ലാ പ്രാർത്ഥനകളും നേർച്ചകളും പൂജകളും വഴിപാടുകളും സമർപ്പിക്കപ്പെടാൻ അർഹനാണ് ഇലാഹ്. ആ ഇലാഹിന്റെ പരിഗണനയെ കുറിച്ച് വിശുദ്ധ ഖുർആൻ ചോദിക്കുന്നു, അഫറഅയ്ത മനിത്തഖദ ഇലാഹഹു ഹവാ, ദേഹേച്ഛയെ ഇലാഹാക്കിയ മനുഷ്യനെ നീ കണ്ടുവോ? വഅളല്ലഹുല്ലാഹു അലാ ഇൽം, അവൻ കരസ്ഥമാക്കിയ ഇൽമുകൾ കൊണ്ട് തന്നെ അവൻ വഴികേടിലകപ്പെട്ടു പോയിരിക്കുന്നു. അറിവില്ലായ്മയല്ല, അറിവില്ലായ്മയല്ല, മനസ്സിലാക്കാനുള്ള കഴിവില്ലായ്മയോ ശേഷിയില്ലായ്മയോ അല്ല. നേരെ മറിച്ച് അതിനെയൊക്കെ മറികടക്കുന്ന വഖതമ അലാ സംഇഹി വഖൽബിഹി വജഅല അലാ ബസരിഹി ഇശാവ, അവരുടെ കേൾവിയുടെയും ഹൃദയത്തിന്റെയും കാഴ്ചയുടെയും മേൽ ഒരു മൂടി സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നു. ആരാണ് ഈ മൂടി സ്ഥാപിച്ചത്? നന്മ കാണാൻ കഴിയാത്ത ഒരു മൂടി കൊണ്ട് കണ്ണടച്ചു വെച്ചു. വിട്ടുവീഴ്ചയുടെയും സ്നേഹത്തിന്റെയും ഭാഷയിൽ സംസാരിക്കാൻ കഴിയേണ്ടതിന് പകരം, ഉൾക്കൊള്ളാൻ കഴിയേണ്ടതിന് പകരം ഹൃദയം കെട്ടിപ്പൂട്ടി വെച്ചു. ഒന്നും കടത്തിവിടാതെ, നന്മകൾ കടത്തിവിടാതെ, നന്മകളെ ഉൾക്കൊള്ളാതെ ഒരു മൂടി വെച്ചവർ കൊണ്ടു നടക്കുകയാണ്. ഞാൻ പറഞ്ഞു വന്നത്, ജംറകളിലെ കല്ലേറുകൾ ഒരുപാട് പ്രതീകങ്ങളാണ്. ആ കല്ലേറിന് അബൂറുഹാബിന്റെ ഖബറിലേക്കുള്ള കല്ലേറുണ്ട്. ആരാണ് അബൂറുഹാബ്? ആ കല്ലേറിൽ അബ്രഹത്തിനുള്ള കല്ലേറുണ്ട്. ആ കല്ലേറിൽ തന്റെ ദേഹേച്ഛയെയും ആഗ്രഹങ്ങളെയും താല്പര്യങ്ങളെയും മുഴുവനും ബലികഴിക്കുന്ന കല്ലേറുണ്ട്. അബൂറുഹാബ് എന്ന് പറയുന്നത്, അബ്രഹത്ത് രാജാവ് പരിശുദ്ധ കഅബാലയം തകർക്കാൻ വന്നല്ലോ. തകർക്കാൻ വേണ്ടിയിട്ട് കഅബാലയത്തിലേക്ക് പുറപ്പെടുമ്പോ പലരെയും കൂട്ടുപിടിച്ചു മക്കയിലേക്കുള്ള വഴി കാണിക്കാൻ. അബ്രഹത്തിന് വഴിയറിയില്ല. അബ്രഹത്തിനോടൊപ്പം പുറപ്പെടുന്ന സമൂഹത്തിൽ ആർക്കും വഴിയറിയില്ല. മക്കയിലേക്ക് വഴി കാണിച്ചു തരുമോ എന്ന് ചോദിച്ചിട്ട് പലരെയും സമീപിച്ചു, വലിയ സമ്മാനങ്ങൾ വാഗ്ദാനം ചെയ്തു. ആരും അതിന് വഴിപ്പെട്ടില്ല. അവസാനം അബൂറുഹാബ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ 30 വെള്ളിക്കാശിന് എന്ന് പറയാവുന്നത് പോലെ പരിശുദ്ധ കഅബാലയത്തെ ഒറ്റുകൊടുക്കാൻ വഴി കാണിച്ചു വന്നു. ഇന്നും ആളുകൾ അബൂറുഹാബിന്റെ കബറിടത്തിൽ കല്ലെറിയാറുണ്ട് എന്നാണ്. അബൂറുഹാബുമാരുന്നുണ്ട് കേട്ടോ, സമുദായത്തെ ഒറ്റുകൊടുക്കാൻ വരുന്ന, അത് വേറെ ഒരു വിഷയമാണ്. പക്ഷെ നാം പഠിക്കേണ്ടതുമാണ്. ഇസ്ലാമിക സമൂഹത്തെ സമുദായത്തിനകത്ത് നിന്നുകൊണ്ടും പുറത്തുകൊണ്ടും ഒറ്റുകൊടുക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന, വഴി കാണിച്ചു കൊടുക്കുന്ന, തുരങ്കം പണിതു കൊടുക്കുന്ന ഒരുപാട് ആളുകളുണ്ട്.
അത്തരം എല്ലാ ശക്തികൾക്കും എതിരെയാണ് യഥാർത്ഥത്തിൽ ജംറയിലെ കല്ലേറ് എന്ന് പറയുന്നത്. അബ്രഹത്തിനെതിരിൽ മാത്രമല്ല, ഇബ്ലീസിനെതിരിൽ മാത്രമല്ല. അതൊരു വലിയ പ്രതീകമാണ്. ആ പ്രതീകം കല്ലേറിലൂടെ സ്ഥാപിക്കേണ്ടത്, അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മർമ്മം അവിടെയാണ്. കല്ലേറുകളിലൂടെ സ്ഥാപിക്കപ്പെടേണ്ടത് ദേഹേച്ഛയെ കീഴ്പ്പെടുത്തുന്നത് എന്തിനു വേണ്ടിയാണ്? അള്ളാഹുവിനെ സ്നേഹിക്കാൻ വേണ്ടിയാണ്. ഒരൊറ്റ ലക്ഷ്യമേ ഉള്ളൂ. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം കല്ലെറിഞ്ഞത് ഇസ്മായിലിനെ അറുക്കാൻ കഴിയുന്ന മാനസികാവസ്ഥയിലേക്ക് തന്നെ മടക്കിക്കൊണ്ടുവരാനാണ്. തന്നെ മടക്കിക്കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ തന്റെ വാർദ്ധക്യ സഹജമായ അവശതയുടെ ഘട്ടത്തിൽ കിട്ടിയ ഈ മകനേക്കാൾ ഉപരി താൻ സ്നേഹിക്കുന്നത് അള്ളാഹുവിനെയാണ്, ഖലീലുള്ളയാണ്. ആ സ്നേഹത്തിന്റെ ഒരു തലമുണ്ട്, ഖുല്ലത്തിന്റെ സ്നേഹം എന്ന് പറയും. ഏറ്റവും ഉന്നതമായ ഒരു തലമാണ്. കഴിഞ്ഞ പെരുന്നാൾ ഖുത്ബയിൽ സൂചിപ്പിച്ചതുപോലെ അയ്യനുനി അലി സുആൽ, ഞാനിപ്പോൾ അള്ളാഹുവിനോട് ചോദിക്കേണ്ടതില്ലാത്ത വിധം സ്വയം പര്യാപ്തനാണ്. കാരണം ഞാൻ എൻ്റെ മനസ്സിൽ നിറച്ചു വച്ചിട്ടുള്ളത് അള്ളാഹുവിനോടുള്ള സ്നേഹമാണ്, അള്ളാഹുവിനോടുള്ള പ്രണയമാണ് എൻ്റെ മനസ്സിൽ എന്ന് കരുതുന്നവനാണ് ഖുല്ലത്തിന്റെ സ്നേഹം ഉണ്ടാവുക. മറ്റൊരു സ്നേഹമുണ്ട്, അത് ഹുബ്ബാണ്. ഹബീബായ റസൂൽ എന്നൊക്കെ നമ്മൾ പറയാറുണ്ടല്ലോ. ഹുബ്ബ് എന്ന് പറയുന്നത് നമ്മുടെ ഭാര്യമാരെ, നമ്മുടെ ഇണകളെ നാം സ്നേഹിക്കുന്നത് ഹുബ്ബാണ്. നമ്മുടെ മക്കളെ നാം സ്നേഹിക്കുന്നത് ഹുബ്ബാണ്. ആ ഒരു ഹുബ്ബിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മെ സംബന്ധിച്ചിടത്തോളം സ്നേഹമുണ്ട്. നമുക്ക് അല്ലാഹുവിനെ സ്നേഹിക്കാൻ കഴിയേണ്ട ഒരു തലമാണ് ഹുബ്ബ് എന്നത്. മറ്റൊരു തലമുണ്ട്, ഇഷ്ക് എന്നതാണ്. അറബി ഭാഷയിൽ സ്നേഹത്തിന് പല പദപ്രയോഗങ്ങളുമുണ്ട്. അതിൽ മൂന്നാമത്തെ ഒരു തലമാണ് ഇഷ്ക്. ഇഷ്ക് എന്താണെന്ന് അറിയുമോ? പ്രണയം, പ്രേമം എന്നൊക്കെ പറയും. ജാഹിലിയ കാലഘട്ടത്തിലെ അറബി സാഹിത്യത്തിലെ ഏറ്റവും ഉന്നതിയിൽ നിലനിന്നിരുന്ന സബഉൽ മുഅല്ലഖാത്ത് എന്ന് പറയുന്ന 7 മഹാകാവ്യങ്ങളുണ്ട്. അതിലേറ്റവും അറിയപ്പെട്ടിരുന്ന മനുഷ്യനാണ് ഇമ്രുൽ ഖൈസ് എന്ന് പറയുന്ന കവി. അദ്ദേഹത്തിന്റെ കവിതകൾക്ക് മലയാള ഭാഷയിലൊക്കെ കാളിദാസന്റെ കവിതകളെ കുറിച്ച് പറയുന്നത് പോലുള്ള വലിയ ചർച്ചകൾ ആഗോള തലത്തിൽ നടന്നിട്ടുള്ളതാണ്. അദ്ദേഹം ഒരിക്കൽ വഴിയിലൂടെ പോകുന്ന ഒരു നായയെ ചുംബിക്കുന്നുണ്ട്. ചുംബിച്ചുകൊണ്ട് അദ്ദേഹം ആ നായയോട് പറഞ്ഞത്, നിന്നെ ഞാൻ ചുംബിക്കുവാനുള്ള കാരണം നീ ഇപ്പോൾ കടന്നു വന്നത് എന്റെ കാമുകിയുള്ള വീട്ടുമുറ്റത്തു കൂടിയാണ് എന്നതുകൊണ്ടാണ്. കാമുകിയുള്ള വീട്ടുമുറ്റത്തു കൂടി കടന്നു പോകുന്ന നായയെ ചുംബിക്കുന്ന ഒരു സ്നേഹമുണ്ട്. അതിനെയാണ് ഇഷ്ക് എന്ന് പറയുക. ഇഷ്ക് കണ്ണില്ലാത്ത ഒരു സ്നേഹമാണ്. ലൈല മജ്നുവിനെ ഒരാൾ തടഞ്ഞു നിർത്തിയ ചരിത്രം ഞാൻ പറഞ്ഞിട്ടുണ്ട് മുൻപ്. നമസ്കരിക്കുന്നവന്റെ മുന്നിലൂടെ കടന്നു പോകുമ്പോൾ മജ്നുവിനെ കൈപിടിച്ച് തടഞ്ഞു. നമസ്കരിച്ചുകൊണ്ടിരിക്കുന്നവന്റെ നമസ്കാരം പൂർത്തിയായപ്പോൾ മജ്നു ചോദിച്ചത്, നീ എന്തിനാണ് എന്നെ തടഞ്ഞത് എന്നാ. അപ്പൊ അദ്ദേഹം പറഞ്ഞു, നമസ്കരിക്കുന്നവന്റെ മുന്നിലൂടെയാണോ പോകുന്നത്? അതിന് മജ്നുവിനോട് ഈ മനുഷ്യൻ ഇങ്ങനെ മറുപടി കൊടുക്കുമ്പോൾ മജ്നു തിരിച്ചു ചോദിച്ചത്, വല്ലാത്ത അത്ഭുതമാണല്ലോ നിന്റെ നമസ്കാരം. എന്റെ മനസ്സ് നിറയെ ലൈലയോടുള്ള സ്നേഹമായിരുന്നു. അതുകൊണ്ട് ചുറ്റുപാടും എന്താണ് നടക്കുന്നത് എന്ന് ഞാൻ കണ്ടിട്ടില്ല. എന്റെ മുമ്പിൽ നിന്ന് നമസ്കരിക്കുന്നവനാണോ അല്ലാത്തവനാണോ ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. ലൈലയോടുള്ള സ്നേഹാതിരേകത്താൽ എന്റെ മനസ്സ് നിറഞ്ഞു കവിഞ്ഞിരിക്കുകയാണ്. മറ്റൊന്നും കാണാൻ കഴിഞ്ഞില്ല. പക്ഷെ നീയുണ്ടല്ലോ, നിന്റെ നമസ്കാരത്തിൽ നിൽക്കുമ്പോൾ അള്ളാഹുവിനോടുള്ള സ്നേഹം നിന്റെ മനസ്സിലുണ്ടായിരുന്നുവെങ്കിൽ നീ എങ്ങനെയാണ് ചുറ്റുപാടുകളെ കാണുക? മജ്നുവിൻ്റെതാണ് ചോദ്യമെങ്കിലും ആ ചോദ്യത്തിനൊരു പ്രസക്തിയുണ്ട്. ഞാൻ പറഞ്ഞത്, അള്ളാഹുവിനെ സ്നേഹിക്കുന്ന ഒരു സത്യവിശ്വാസി അവന്റെ ദേഹേച്ഛയെ കീഴ്പ്പെടുത്താൻ കഴിയുന്നവനാണ്. അവന്റെ ആഗ്രഹങ്ങളെയും താല്പര്യങ്ങളെയും ബലികഴിക്കാൻ കഴിയുന്നവനാണ്. അവന്റെ ജീവിതത്തിൽ അള്ളാഹുവിന് മുന്നിൽ വിലങ്ങുതടിയായിട്ട് നിൽക്കുന്ന എന്തെല്ലാം ഉണ്ടോ അതിനെയെല്ലാം മാറ്റിവെക്കാൻ കഴിയുന്നവനാണ്. വിശുദ്ധ ഖുർആൻ ദേഹേച്ഛയുടെ പിന്നാലെ പോകുന്ന മനുഷ്യനെ കുറിച്ച് സൂറത്തുൽ ആറാഫിലെ 175, 176 സൂക്തം പറയുന്നുണ്ട്. മനോഹരമായ ഒരു ഉപമയാണ്. വത്തുലു അലൈഹിം നബഅല്ലദീ ആതൈനാഹു ആയാതിന, നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ നൽകിക്കൊണ്ട് നാം പരിഗണിച്ച ആ മനുഷ്യന്റെ കഥ പറഞ്ഞു കൊടുക്കണം, വാർത്ത പറഞ്ഞു കൊടുക്കണം. ഏത് മനുഷ്യന്റേതാണ്? ഫൻസലഖ മിൻഹ, നമ്മുടെ ആയത്തുകൾ കൊണ്ട് ആ മനുഷ്യനെ നാം ആദരിച്ചതാണ്. പക്ഷെ ആ മനുഷ്യൻ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറിക്കളഞ്ഞു. അള്ളാഹു നൽകിയ അറിവിൽ നിന്ന്, അള്ളാഹു നൽകിയ കഴിവിൽ നിന്ന്
അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളെ ഉപയോഗപ്പെടുത്തി നന്ദി കാണിക്കുന്നതിൽ നിന്ന് ഫൻസലഹ മിൻഹ, അവൻ ഒഴിഞ്ഞു മാറിക്കളഞ്ഞു. ഫഅത്ബഅഹു ശൈത്വാൻ, പിശാച് അവന്റെ പിന്നാലെ കൂടി, അവനെ പിന്തുടർന്നുകൊണ്ടേയിരുന്നു. ഫകാന മിനൽ ആവീൻ, അങ്ങനെ അവൻ വഴികേടിൽ വഴിപിഴച്ചവനായി തീർന്നു. വലൗ ശിഅനാ ലറഫഅനാഹു ബിഹാ, നാം ഉദ്ദേശിച്ചിരുന്നത് ആ ഇൽമു കൊണ്ട് അവനെ ഉയർത്തിക്കൊണ്ടുവരണമെന്നാണ്. നാം ഉദ്ദേശിച്ചിരുന്നത് അവനെ ഉയർത്തിക്കൊണ്ടുവരണമെന്നാണ്. വലാകിന്നഹു അഖ്ലദ ഇലൽ അർദ്, എന്നാൽ ഈ മനുഷ്യനാകട്ടെ ഭൂമിയിലേക്ക് അവൻ ഒട്ടിക്കളഞ്ഞു, അവന്റെ താല്പര്യങ്ങളിലേക്ക് ഒട്ടിക്കളഞ്ഞു, അവന്റെ ആഗ്രഹങ്ങളിലേക്കും അവന്റെ കുടുംബങ്ങളിലേക്കും അവന്റെ സമ്പത്തിലേക്കും കച്ചവടത്തിലേക്കും ബിസിനസ്സിലേക്കും ഒക്കെ അവൻ ഒട്ടിക്കളഞ്ഞു. അങ്ങനെ വത്തബാ ഹവാഹു, അവൻ ദേഹേച്ഛയെ പിന്തുടരുന്നവനായി മാറി. ഫമസലുഹു കമസലിൽ കൽബ്, അവന്റെ ഉദാഹരണം പട്ടിയെ പോലെയാണ്. ഫമസലുഹു കമസലിൽ കൽബ്, അവന്റെ ഉദാഹരണം ഒരു പട്ടിയെ പോലെയാണ്. ഇൻ തഹ്മിൽ അലൈഹി യൽഹസ് ഔ തത്റുഖുഹു യൽഹസ്, നിങ്ങൾ എന്തെങ്കിലും വെച്ച് എറിഞ്ഞു നോക്കൂ, അവഗണിച്ചു നോക്കൂ, അപ്പോഴും അത് നാവാട്ടും. നിങ്ങൾ പരിഗണിച്ചു നോക്കൂ, അപ്പോഴും അത് നാവാട്ടും. അതിങ്ങനെ നാവ് പുറത്തിട്ട് ആട്ടിക്കൊണ്ടിരുന്നിട്ട് നിങ്ങൾ എന്തോ അതിന് തിന്നാൻ കൊടുക്കുകയാണ് എന്ന അർത്ഥത്തിൽ ആർത്തിയോടുകൂടി അതിന് സഞ്ചരിച്ചു കൊണ്ടിരിക്കും. അത് പട്ടിയെ പോലെയാണ്. ആര്? ദേഹേച്ഛയെ പിന്തുടർന്ന് അള്ളാഹുവിനെ മാറ്റിവെച്ച ഈ മനുഷ്യന്റെ ഉദാഹരണം. ദാലിക മസലുൽ ഖൗമില്ലദീന കസ്സബൂ ബി ആയാതിനാ ഫഖ്സുസിൽ ഖസസ ലഅല്ലഹും യതഫക്കറൂൻ. ഇതാണ് അള്ളാഹുവിനെ നിഷേധിച്ച് അള്ളാഹുവിനോട് നന്ദി കാണിച്ച് ദേഹേച്ഛയെ പിന്തുടർന്നവന്റെ ഉദാഹരണം. അതുകൊണ്ട് പ്രവാചകരെ ഫഖ്സുസിൽ ഖസസ്, ഈ കിസ്സ നീ പറഞ്ഞു കൊടുക്കണം. വിശുദ്ധ ഖുർആൻ നമ്മൾ ഖസസ്, കിസ്സ, യൂസഫ് കിസ്സ എന്നൊക്കെ ഇഷ്ടം പോലെ കേട്ടിട്ടുണ്ട്. ഖസസ് എന്ന് പ്രയോഗിച്ചത് ഗുണപാഠം ഉൾക്കൊള്ളേണ്ട കഥകളെ കുറിച്ചാണ്. ഗുണപാഠം ഉൾക്കൊള്ളേണ്ട കഥകളെ കുറിച്ച് പറയുന്നിടത്താണ് ഫഖ്സുസിൽ ഖസസ്, അഹ്സനുൽ ഖസസ് എന്നൊക്കെ വിശുദ്ധ ഖുർആൻ പ്രയോഗിച്ചത്. അതുകൊണ്ട് ഈ കഥ പറഞ്ഞു കൊടുക്കുക, ലഅല്ലഹും യതഫക്കറൂൻ, അവർ ചിന്തിക്കുന്നവരായി മാറിയേക്കാം, അവർ ഉൾക്കൊള്ളുന്നവരായി തീർന്നേക്കാം. പ്രിയമുള്ളവരെ, ഞാൻ സൂചിപ്പിച്ചു വന്നത് എന്റെയും നിങ്ങളുടെയും പ്രതിനിധികളായി, ലോകം മുഴുവൻ മുസ്ലിം സമൂഹത്തിന്റെയും പ്രതിനിധികളായി 60,000-ഓളം സഹോദരങ്ങൾ ജംറകളിൽ കല്ലെറിയുമ്പോൾ ആ കല്ലേറ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അയ്യാമത്തെ ശരീക്കിന്റെ ദിവസങ്ങളിൽ നമ്മളൊന്ന് തിരിച്ചറിഞ്ഞേ മതിയാകും. നമുക്ക് മുമ്പിൽ ഒരുപാട് ശത്രുക്കളുണ്ട്. ആദം അലൈഹിസ്സലാത്തു വസ്സലാമിനോടും ഹവ്വയോടും സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുമ്പോൾ വലാ തഖറബാ ഹാദിഹി ഷജറ, നിങ്ങൾ രണ്ടുപേരും ഈ മരത്തോട് സമീപിക്കരുത് എന്ന് ഒരു മരത്തെ കുറിച്ചാണ് പറഞ്ഞത്. അതവിടെ നിൽക്കട്ടെ, സാങ്കല്പികമായിരിക്കാം, അല്ലെങ്കിൽ അതിന്റെ പിന്നിൽ വേറെ ചിലതുണ്ടാകാം. പക്ഷെ ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മുമ്പിൽ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കപ്പെടാൻ മാത്രം കാരണമാകുന്ന ഒരു മരമായിരുന്നെങ്കിൽ എന്റെയും നിങ്ങളുടെയും മുമ്പിൽ ഒരുപാട് മരങ്ങളും കാടുകളുമാണ് ഉള്ളത് എന്ന് നാം തിരിച്ചറിയണം. ആ കാടുകളെയും ആ മരങ്ങളെയും അതിനോട് സമീപിക്കാതെ അതിലേക്ക് നമ്മെ തിരിച്ചുവിടാൻ കഴിയുന്ന നമ്മുടെ മാനസികാവസ്ഥയെ, ദേഹേച്ഛയെ നിയന്ത്രിക്കാൻ കഴിയുക എന്നതായിരിക്കണം അയ്യാമു തശ്രീഖിന്റെ അയ്യാമു അക്ലിൻ വ ഷുർബിൻ, തീറ്റയുടെയും കുടിയുടെയും ദിവസമാണ് എന്ന് പറയുന്നതോടൊപ്പം തന്നെ ഇതൊരു ഏറ്റെടുക്കലിന്റെയും സമരപ്രഖ്യാപനത്തിന്റെയും യുദ്ധപ്രഖ്യാപനത്തിന്റെയും അള്ളാഹുവിന്റെ സൈന്യത്തിലെ അംഗങ്ങളായി മാറിയിരിക്കുന്നു എന്ന ഒരു മെമ്പർഷിപ്പ് എടുക്കുന്നതിന്റെയും സന്ദർഭമാണ് എന്നുകൂടി നാം തിരിച്ചറിയേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാ അർത്ഥത്തിലും അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് നമ്മെ തെറ്റിച്ചു കളയുന്ന എല്ലാ പൈശാചിക ശക്തികളെയും ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്താൻ അള്ളാഹുവിന് വിധേയപ്പെട്ട് അള്ളാഹുവിനെ പരമമായി സ്നേഹിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടാനുള്ള സൗഭാഗ്യം ഉദവി നൽകി റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെ തുണക്കുമാറാകട്ടെ.